ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഈ ഒരു മാച്ചിൽ വെച്ചാൽ നമ്മൾ പിർലോന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഒരു കിഡിലെ കംബാക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഡിവിഷൻ മാച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ വേറെ മോഡലൊരു കിഡിലിൻ മാച്ചാണ്. എന്തായാലും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാൻ പെട്ടെന്ന് നമ്മുടെ മെസ്സി ആയാലും സൂര്യ ആയാലും ഓവൻ ആയാലും നല്ല കിടിലം കളിയായിരുന്നു. നെയ്മറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും നേരെ വീഡിയോ കണ്ടിട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉഷാറാക്കി വെച്ചാൽ മതി. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങൾ, പിന്നെ നമുക്ക് നിലവിലുള്ള അപ്ഡേറ്റും കാര്യങ്ങൾ നമ്മുടെ മെയിൻ ചാനൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ഓപ്പോണന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിവിഷൻ മാച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഞാൻ അതിന് മുന്നായിട്ട് ഗൈസ് നമ്മുടെ ബോളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, നിലവിലൊരു രസം വേണ്ട ഗൈസ്, എന്തെങ്കിലും ത്രില്ലൊക്കെ വേണ്ട. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി ബോളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. 4-2-2 ആണ് ബ്രോ ഉപയോഗിക്കുന്ന പൊസിഷൻ ഗെയിമിംഗ് ആണ് ഡിവിഷന്റെ. പെർലോ ഉണ്ട്, പിന്നെ നമ്മുടെ DMF ഉണ്ട്, സാനേറ്റി ഉണ്ട്, ഫെറർ ഉണ്ട്, ഡൊണാരുമയാണ് നമ്മുടെ ഗോളി ഓപ്പോണന്റ് ഡിവിഷൻ പ്ലെയറിന്റെ ഗൈസ്. അപ്പൊ നമ്മൾ നെയ്മറിനെ SS ആയിട്ടിട്ട് ബാക്കി അതുപോലെ തന്നെ സെറ്റ് ആക്കിയിട്ട് മാച്ചിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഓൾറെഡി വേറെ ഒന്നല്ല വെച്ചാൽ ഞാൻ ഗ്രാഫിക്സിന്റെ ഒരു കാര്യം ഗെയിമിൽ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര ലാഗ് ഉണ്ട് ഡിവിഷൻ മാച്ചിൽ. ഞാൻ 2-3 കളിച്ച് നോക്കി. അപ്പം ചിലപ്പോൾ നമ്മൾ ജയിക്കാനുള്ള കളി ചെറിയ ലാഗായിട്ട് ലോസോ ഡ്രോയോ ആയി പോകുന്ന ഇത് വരുന്നതുകൊണ്ട് ഞാൻ ഗ്രാഫിക്സ് ലേശം കുറച്ച് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു മാച്ച് നമുക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ വരും, ഇതെങ്ങനെയാണെന്ന് അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കാം എന്തായാലും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡൈഫ്, മിനിറ്റോ, യായാത്തവർ, സനേറ്റിന്ന് എടുത്തു. സനേറ്റി ടു യായാത്തവർ നമ്മുടെ ട്രൈഗാർഡിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ പ്ലെയർ ഓഫ് ദ ഡേ ഏതൊക്കെ കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട് ബെക്കംബർട്ട്, നമ്മുടെ നെയ്മർ കിട്ടിയില്ല, പിർലോ ഗൈസ്. അപ്പോൾ പുതിയ പിർലോയാണ് നമ്മുടെ ഒപ്പോണന്റിന്റെ കയ്യിലുള്ളത്. എങ്ങനെയുണ്ട് നോക്കിയൊക്കെ. ബ്രോയിന്റെ ഒരു കാർഡ് ഡ്രിബിൾ ചെയ്ത് കയറുന്നുണ്ട്, അടിച്ചു പോകാൻ. എന്റെ പൊന്ന് കേസ്, കിടിലെ ഷോട്ട് ബ്ലോക്ക് നമ്മുടെ ബെക്കംബർ എന്തുകൊണ്ട് കിടിലിനായിട്ട് ഇതായി സുഖമായിട്ട് പെട്ടെന്ന് നല്ല സ്റ്റണ്ടിങ് അടിച്ചിട്ട് പിറലോ ഫസ്റ്റ് തന്നെ ഒപ്പോണന്റ് ഗോൾ കയറി കൊടുത്താലേ. അപ്പൊ കേസ്, നിങ്ങൾ ഡിവിഷനൊക്കെ എവിടെയാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഇപ്രാവശ്യം നമ്മുടെ ഓഡിയൻസ് കാര്യങ്ങളില്ല, പക്ഷെ നമുക്ക് മാച്ച് സെറ്റാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, പിറലോന്റെ ആദ്യത്തെ കോർണറാണ്. ഇടം കറക്റ്റാണ്, ഡ്രോപ്പിന്റെ കറക്റ്റ് ഷോട്ട് കഴിച്ച് നമ്മുടെ പോസ്റ്റ് ആയിട്ടൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, പക്ഷെ കറക്റ്റ് അല്ലെ ബോൾ കയറി പോസ്റ്റ് തട്ടുകയും ചെയ്താലേ. റൊണാൾഡിനോ ഗൈസ് കണ്ടോ, ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. മച്ചാവര് നല്ല നെറ്റ് ഉണ്ട്, പക്ഷെ കണ്ടോ നമ്മുടെ BBS കണ്ടോ ഫുൾ ഇതുണ്ട്, നെറ്റിന്റെ കണക്ഷൻ ഒക്കെ ഫുള്ളാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഗെയിമിൽ ഈ ഒരു പ്രശ്നം കാരണം ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒലിവർ കാൻറ്റ് നമ്മുടെ ആർക്കാ പോകുന്നത് നോക്കട്ടെ. സുവാരസ് അല്ല, മെസ്സി കിട്ടിയിട്ടുണ്ട്. മെസ്സി, ഫെറർ, മിനിറ്റോ, നമ്മുടെ റൊണാൾഡിനിയോ ഗൈസ്. ഓൾറെഡി റൊണാൾഡിനിയോന്റെ കാർഡ് അടിപൊളിയാട്ടോ, AMF കാർഡ്. എനിക്ക് അന്ന് കിട്ടണം എന്നുണ്ടായിരുന്ന ഒരു കാർഡാണ്, എൻ്റെ ഇല്ലാത്തൊരു കാർഡാണ്. അപ്പം എനിക്ക് കിട്ടിയില്ല. ഇനി അടുത്ത വരാൻ പോണ നമുക്ക് ഇതിൽ നോക്കാം. എടാ ഏറ്റവും പൊന്ന് ഗൈസ്, പിർലോയും ഏതാറെല്ലാം കൂടെ മെസ്സിനെ പിടിച്ചു. മിനിറ്റോ വീണ്ടും റൊണാൾഡിനിയിലേക്ക്. ഇടയ്ക്ക് റൊണാൾഡിനി എന്താ പറയുക, സുഖമായിട്ട് ഇവര് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബെക്കംബർ, സാബി, ജെറാഡ്, നമ്മുടെ നെയ്മറിന് പോയി, മെസ്സി, റൊണാൾഡിനിയോ വീണ്ടും, മിനിറ്റോ, റോബർട്ടോ കാർലോസ് എടുത്തിട്ടുണ്ട്, റൈഗാർഡ്, മെസ്സി. നല്ല പാസ്സായിരുന്നു, പക്ഷെ കിട്ടിയില്ല, പെട്ടെന്ന് ഓടിപ്പോയി പിറലോ ഷൂട്ട് അടിച്ചു കഴിച്ചു. ഓൾറെഡി നമ്മുടെ സുവാരസ് C ഫോമിലാന്ന് തോന്നുന്നു, ഫുൾ ഫോം അല്ല. അപ്പൊ എന്നാലും ഞാൻ ഇറക്കിയിട്ടുണ്ട് ആ ഒരു കോംബോ കിട്ടാനും. പിന്നെ നിലവിൽ ഈ ഒരു ഇത് നല്ല രസമുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഹാഫ് നമുക്ക് ഓവനെ വെച്ച് പിടിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിനെ ഇട്ടിട്ട് ഇതാക്കണ്ടല്ലോ. ഓക്കെ, മെസ്സി ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് പോട്ടെ. ഓക്കെ, സുര അടാ അടിപൊളി ഗൈസാടാ. അവിടെ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അത് ഫ്രീ കിക്ക് ആണോ അല്ലെങ്കിൽ പെനാൾട്ടി ആണോ ഗൈസ്? ഉള്ളിന്നാണോ അടിച്ചേ ഗൈസ്? അറിയാണ്ട് സ്ക്രീൻഷോട്ടൊക്കെ തന്നെ എടുത്തു പോയി. അച്ഛാമ്മയുടെ ഫ്രീ കിക്ക് അട ഞാൻ വിചാരിച്ചു പെനാൾട്ടി തന്നെ കിട്ടിയെന്ന്. എന്റെ പൊന്ന് ഗൈസ്, ആ ബോക്സിന്റെ തൊട്ട് വരേന്റെ മുന്നിൽ കിട്ടിയ ഗൈസ്. അപ്പൊ റോബർട്ടോ കാർലോസ് നമുക്ക് അടിക്കാൻ എടുക്കാം. ഡൊണാരി വേണമാരെ ഗോളി. അയ്യോ, ഞാൻ വെച്ച മാർക്കിങ് മാറിപ്പോയി, പണി പാടി ഗൈസ്. മാർക്കിങ് മാറിപ്പോയടേ. ഞാൻ ഉദ്ദേശിച്ചത് വളച്ചടിക്കാനാണ്, പക്ഷെ തിരിച്ചപ്പോഴത്തേക്ക് സാരം മാറിപ്പോയി. അങ്ങനെയാണ് ഗൈസ്. ഡൊണാരുമോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ആകുമ്പോൾ പിന്നെയും കിട്ടുമെന്ന്. റൊണാൾഡിനിയോ പോകുന്നുണ്ട്. AMF ആണ് ഇവരിട്ട് വെച്ചേക്കുന്നത്. ഇടയിൽ പിടിക്ക് കിമ്മിച്ച് മിക്കവാറും അവിടുന്ന് ഒരു കോർണർ ഷോട്ടായിരിക്കും. ആഹാ, കറക്റ്റ് ഗൈസ്. നമ്മുടെ ഡ്രോപ്പയ്ക്ക് കോസ്റ്റായിട്ട് അനുവദിച്ചു പോയില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഷോട്ട് കണ്ട വന്നേനെ. കിമ്മിച്ച് വീണ്ടും ഒരു സ്റ്റണ്ടിങ് ഷോട്ട്, കൈകാട് പോയി. സാബി അലോൺസോ, മെസ്സി
ഗൈസ് എടാ പോകുന്നില്ലോ നമ്മുടെ മിനിറ്റോ. എടാ അടിച്ചടിച്ച് എന്റെ പൊന്ന് കൈസ്. എടാ ബെക്കമ്പർ ഉള്ളതുകൊണ്ട് അല്ല ടോണിയുടെ തോന്നുന്നു കൈസ് ആരോ ഒരാൾ എടുത്തോണ്ടാണ് അത് ബ്ലോക്ക് ആയി കിട്ടി, അല്ലെങ്കിൽ ഷുവർ ഗോളാണ്. പിന്നെ വേറൊരു കാര്യം കൈസ്, മിനിറ്റൊക്കെ അവിടെ നിന്ന് അടിച്ചാണെങ്കിൽ സുഖമായിട്ട് ഗോൾ കയറുമായിരുന്നു. കാരണം എന്താ അറിയോ, ആരും പിടിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അവന്മാരടിച്ച് അവര് പാസ് ഒന്നും അടിക്കാനുള്ള പരിപാടി ആയിരുന്നു. പെർലറ്റു നമ്മുടെ ടോണിയുടെ എടുത്ത് വീണ്ടും നെയ്മർ. ഗൈസ് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡിഫൻഡേഴ്സ് ഒക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക. ജെറാഡ് ഓക്കെ, സുര ജെറാഡ് പോട്ടെ. യാത്തവർ ഗൈസ് ഇതെന്തായാലും നമ്മൾ ഇത് ഇടാണ്ട് നന്നായി. കാരണം എന്താ പറയുക, ഇതിട്ട് കളിച്ചാണെങ്കിൽ അതും പോയേനെ ചിലപ്പോ. ഗൈസ് ഇവരുടെ ഇത് നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ. റൊണാൾഡിനോ ഇല്ലേ, കിട്ടുന്ന പാസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അസിസ്റ്റ് ചെയ്ത് ത്രൂ പാസ് കറക്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ എനിക്കൊന്ന് പയ്യനെ ആകെ 2-3 വട്ടം ഡ്രിബിളും ചെയ്തിട്ടുണ്ട് കാർഡ് വെച്ചിട്ട്. റോബർട്ടോ കാർലോസ് നമ്മുടെ മെസ്സിയിലേക്ക് കിട്ടിയില്ല. പെർലോ യത്തവർ ഹ്യൂസൺ എല്ലാ കാർഡ് കിട്ടിയോ ഇപ്പോഴാ? നേരത്തെ അല്ലേ. സാബിറോൺസോ കിട്ടിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മള് ഹാഫ് ടൈം വരുന്നുണ്ട്. അപ്പൊ ഇറ്റലി വേഴ്സസ് ബാർസലോണയാണ്. എന്തായാലും 3-1 ഗൈസ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കി വെക്കാം. നമ്മുടെ ഓവൻ ഇനി നമുക്ക് മെല്ലെ ഇറക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം സൂപ്പർ സബ് അല്ലേ ഗൈസ്, ഇവരുടെ മാറ്റങ്ങളൊന്നുമില്ല. മിനിറ്റോ ഡ്രോപ്പ് അത് രണ്ടേ ഇവർ വെച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഗൈസ്. ഓൾറെഡി നമുക്ക് ഇനിയിപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഡിവിഷൻ റിവാർഡ് നമ്മുടെ ഡീപ്പോളാണ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് സെറ്റ് ആക്കുന്നുണ്ട്. മെസ്സിറ്റ് നമ്മുടെ റൈഗാർഡ്, പിന്നെ റോബർട്ടോ കാർലോസ്. ഓക്കെ, ഓവൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു ചാൻസ്. നെയ്മർ നമ്മുടെ മെസ്സി ഒക്കെ തിരിയട്ടെ, അടിച്ചോ ഗൈസ്. ഇവര് നമ്മുടെ കറക്റ്റ് അത് ഹ്യൂസനെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തു. നമ്മളവിടെ ടോണി ആഡംസ് ആണ്, ഇവര് നമ്മുടെ ഹ്യൂസനാണ് ഗൈസ്. കുറച്ചുകൂടെ കയറ്റി വെച്ച് അടിച്ചായിരുന്നു. പക്ഷെ ഞാൻ കറക്റ്റ് ഡ്രിബിൾ ചെയ്ത് അവിടെ വരെ കൊണ്ടുവന്നുള്ളൂ. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. റോബർട്ടോ കാർലോസിനെ വെച്ച് നമുക്ക് ഒരു ഹെഡർ കൊടുക്കാം. ഞാൻ ഗൈസ് റൊണാൾഡോനൊന്നും ഇറക്കിയിട്ടില്ല, നോക്കട്ടെ. കിട്ടിയില്ല. നെയ്മർ നമ്മുടെ റൈഗാർഡ് ഗൈസ് പോയോ. ലാംബാർഡ് റൈഗാർഡ് പോട്ടെ 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 പോട്ടെ. എടുക്ക് സുഖമായിട്ട് എടുത്തു റൈഗാർഡ്. നമ്മുടെ ഓവൻ മെസ്സി ഓക്കെ, ഒരു ഷോട്ട് അടിക്കാം. എടാ വീണ്ടും കോർണർ ഗൈസ്. അപ്പം നമുക്ക് മെസ്സിനെ കൊണ്ട് അവിടുന്ന് അടിക്കാനുള്ള ഒരു ചാൻസുകൾ കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നിലവിൽ ഒരിത് വരുന്നില്ല. നമുക്ക് ഇനി ട്രൈ കിട്ടണം ഉറപ്പായിട്ട്. അവിടുന്ന് ഇനി ഒരു ബിഗ്സ് അടിക്കാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. റോബർട്ടോ കാർലോസിനെ വെച്ച് നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. ഗോൾ സേവ് ചെയ്തു. നെയ്മർ യായത്തോർ എടുക്കാൻ നോക്കി. മെസ്സി ഓക്കെ, മെസ്സി അടിച്ചോ. എന്റെ പൊന്നു ഗൈസ്, ഒരു കിട്ടിലെ ഗോൾ നമ്മുടെ മെസ്സി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഈ ഒരു മെസ്സി കാർഡിന് നെയ്മർ കാർഡ് ഫ്രീ ഷോട്ട് ടൈം കാണുന്നുണ്ടല്ലോ, അതിന് നല്ല ബാലൻസ് ഉണ്ട്. അപ്പൊ നല്ല പ്രോഗ്രഷൻ ആണെങ്കിൽ ഈ നെയ്മർ ചില സമയത്തൊക്കെ കത്തിക്കയറുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ബിഗ് ടൈം നെയ്മർ വരാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആവുമ്പോൾ പൊളിക്കും ഗൈസ്. ആ ഒരു ടൈമിൽ ചിലപ്പോൾ നെർഫാക്കുമെന്ന് അറിയില്ല. മെസ്സി കിട്ടിയിട്ടുണ്ട് ഒരു ചാൻസ്. ഓവൻ ഹ്യൂസൺ എടുത്തു. കിമ്മിച്ച് പിർലോ ഗൈസ്. ഓൾറെഡി പിർലോയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നില്ല കേട്ടോ. അതാണ് പിർലോ അടിക്കാത്ത. പിർലോ കിട്ടിയ ചാൻസ് എല്ലാം രണ്ടെണ്ണം കൊണ്ട് അടിച്ചു. പക്ഷെ ഓൾറെഡി പോസ്റ്റ് തട്ടി പോയി ഗോളിയും പിടിച്ചു തോന്നുന്നു. യായത്തോറ് ഡ്രോപ്പ ഹെഡ് കിട്ടാണ് അവൻ അടിക്കുമായിരുന്നു. നെയ്മർ നമ്മുടെ ജെറാഡ് സാബി പിർലോ അവിടുന്ന് ഒരു ത്രൂ പാസിങ് കൊടുത്തു. അയ്യോ ലാംബാർഡ് ഡ്രോപ്പ. ഒരു ഗോൾ എപ്പോൾ വേണമെങ്കിലും പോകും. അതാണ് ഈ ഒരു ഗോളിന്റെ പ്രശ്നം. നെയ്മറിന് കിട്ടിയില്ല. പിർലോ വീണ്ടും എടുത്തു. ഫെറർ നമ്മുടെ മിനിറ്റോ ഗൈസ് വീണ്ടും ഡ്രോപ്പിലേക്ക് പോയിട്ടുണ്ട്. എടുത്തിട്ടുണ്ട് ബെക്കമ്പർ ഗൈസ്. ഒരു ഗോൾ എപ്പോൾ വേണമെങ്കിലും പോകും. അതാണ് ഒരു പ്രശ്നം. സൂക്ഷിച്ചാലും പണി കിട്ടില്ല. എടാ ഡ്രോപ്പ് എടുത്തു. എന്റെ മുന്നേ ഗൈസ്. എടാ ബ്ലോക്ക് ഒന്നും കിടിലായിട്ടുണ്ട്. നെയ്മർ നമ്മുടെ മെസ്സിയിലേക്ക് പോയിട്ടുണ്ട്. ഓവൻ എടുത്തിട്ടുണ്ട്. ഓവൻ പോകുന്നുണ്ട്. ഇത്രയും കൊണ്ടുവന്നിട്ട് കളയരുത്, അതാ പറഞ്ഞേ ഉള്ളൂ. വാട്ടാൻ എഞ്ചിനോ റൊണാൾഡിനിയോ മിനിറ്റോ വീണ്ടും കിട്ടിയിട്ടുണ്ട് കേസ്. റോബർട്ടോ കാർലോസ് നമ്മുടെ ജെറാഡ് ഓക്കെ. റൈഗാർഡ് നല്ലൊരു ചാൻസ് ഉണ്ട്. മെസ്സി നമ്മുടെ നെയ്മർ. എടാ അവൻ ബ്ലോക്ക് ചെയ്ത് കേസ്, അല്ലെങ്കിൽ അത് കറക്റ്റ് കിട്ടിയാണ്. ജെറാഡ് കുറച്ചു നേരം നമുക്ക് വട്ടം തിരിക്കാൻ തോന്നില്ല ഗൈസ്. കറക്റ്റ് കറവ്. പക്ഷെ എന്താ പറയും, റൊണാൾഡോന്റെ കയ്യിലേക്ക് മച്ചാൻ പോയെ ഗൈസ്. ഇനി ആകെ നമുക്കൊരു കുറച്ച് ടൈമും കൂടി ഉള്ളൂ. എന്നാലും നോക്കാം. ഓവൻ നെയ്മർ ഗൈസ്. ഓൾറെഡി നെയ്മറിന് ഇച്ചിരി ബാലൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സീനില്ല. മെസ്സി
എന്റെ പൊന്നൊരു കിടൽ ഷോട്ട്, എന്റെ പൊന്ന് കറക്റ്റ് പാസ് ആട്ടോ, അസിസ്റ്റ് ഏതോ പാസ്, ബാക്ക് പാസ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഗോൾ അടിക്കാൻ പറ്റി. അപ്പൊ നമ്മുടെ ഡൈഫ് മച്ചാമാര് ഇനി സീനില്ല, കാരണം 2 ഗോളുകൾ ഓൾറെഡി നമ്മൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നോക്കണം, പറയാൻ പറ്റില്ല, ഇനി എപ്പോ വേണമെങ്കിൽ ഇവർ അടിക്കുന്നുണ്ട്. ബെല്ലിംഗം ഗൈസ് ഇവര് മറ്റേ ആ പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട്, ഷോർട്ട് ടൈം കാർഡില്ലേ ഫ്രീ, അതിനെ ഇറക്കിയിട്ടുണ്ട്. ഓവൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ മറ്റേ ഗൈസ് ഗോളി ഇറങ്ങി വന്നിട്ടുണ്ട്, അടിപൊളി ഗൈസ്. അപ്പൊ 3ാമത്തെ ഗോളും അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്റെ പൊന്ന് കിടല് 85-ന് ശേഷം 2 ഗോളുകൾ വന്ന മെസ്സിന്റെ അസിസ്റ്റും പിന്നെ ഇതും. അവന്മാര് ഗോളിനെ ഇറക്കി വന്നിട്ടുണ്ട്, അല്ലെ ചിലപ്പോ ചാൻസ് കുറവ് ഗോളടിക്കാൻ. ബെല്ലിംഗം മച്ചാമാര്. അപ്പൊ ഇന്നത്തെ ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഡിവിഷൻ മാച്ചിൽ അപ്പൊ എന്തായാലും ഒരു കിടിലൻ ഇതാണ് കിട്ടിയ ഡിവിഷൻ മാച്ചിൽ എന്തായാലും ഒരു ഓപ്പോണന്റ്. കാരണം ഹാഫ് ടൈമിന് ശേഷം പടപടപടാന്ന് പറഞ്ഞ് ഗോളുകൾ കയറാൻ തുടങ്ങി. 6 ഷോട്ടാണ് നമ്മൾ അടിച്ചത്. തുടക്കത്തിൽ ഇവരായിരുന്നു 3 ഷോട്ട് അടിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഷോട്ടുകൾ കുറച്ചു, കാരണം പരമാവധി നമ്മുടെ ടോണി ആഡംസ് ബ്ലോക്ക് ഇട്ടുകൊണ്ടാണ്. അല്ലെ എനിക്ക് തോന്നുന്നു മിക്കവാറും പെർലോന്റെ അടിയും പിന്നെ റോപ്പേന്റെ അടിയും ഒരു 2 ഗോളും ഒന്നൊക്കെയാനും കയറ്റാൻ ഉറപ്പായിട്ട് ആയത്. മച്ചാമാരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നമ്മുടെ മെയിൻ ചാനലിൽ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.